അന്ന് ക്ഷേത്രത്തിൽ ISIയുടെ ഏജന്റായി എത്തിയ ആ കുറിയ മനുഷ്യൻ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ ബ്യൂറോക്രാറ്റാണ്. 1989 രാജ്യം കീർത്തിചക്ര നൽകി അദ്ദേഹത്തെ ആദരിച്ചപ്പോൾ ഒരു മിലിറ്ററി മെഡൽ നേടുന്ന ആദ്യത്തെ IPS ഉദ്യോഗസ്ഥനായി മാറി ഈ കേരള കേഡർ IPSകാരൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ റിപ്പോർട്ടിംഗ് ഇദ്ദേഹത്തിന് കീഴിലാണ്. 3 സൈനിക മേധാവികളും റിസർവ് ബാങ്ക് ഗവർണറും നീതി ആയോഗ് ചെയർമാനും ഡിഫൻസ് ഫിനാൻസ് സെക്രട്ടറിമാരും ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യണം. റവന്യൂ, സ്പേസ്, ആറ്റോമിക് സെക്രട്ടറിമാരും ഇന്റലിജൻസ് ബ്യൂറോ ചീഫും റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗിന്റെ മേധാവിയും ഇദ്ദേഹത്തിന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. മേൽപ്പറഞ്ഞ ഉയരം കുറഞ്ഞ ആ മനുഷ്യന്റെ പേരാണ് അജിത് കുമാർ ഡോവൽ. 2014 മുതൽ അദ്ദേഹം നടത്തിയ ചരിത്ര നീക്കങ്ങൾ ഒരു പുസ്തകമായി തന്നെ ഇറക്കാനുള്ളതുണ്ട്. ആർട്ടിക്കിൾ 370 മുതൽ ഇറാഖിലെ നഴ്സുമാരെ രക്ഷിച്ചതുവരെയും സർജിക്കൽ സ്ട്രൈക്ക് മുതൽ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് വരെയും എന്തിന് അവിചാരിതമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ അമ്മൂമ്മയുടെ പിറന്നാളിന് അപ്രതീക്ഷിതമായി പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്ത നരേന്ദ്രമോദിയുടെ സന്ദർശനമടക്കം പല സംഭവങ്ങളിലും ലോകത്തിനറിയാത്ത ഒളിച്ചുവെക്കപ്പെട്ട പലതുമുണ്ട്. ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന അജിത് കുമാർ ഡോവൽ ഇന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്യൂറോക്രാറ്റാണ്.